ഞാനിപ്പോൾ പലയിടത്തും പോകുമ്പോൾ ഇപ്പോൾ നമ്മളെ കോളേജിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സാറുമാരൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഒരു ദൈവമുണ്ട് എന്നത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് തെളിവ് ഉൾപ്പെടെ അതിനെ അർത്ഥമാക്കി പറയാന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. തെളിവ് എന്ന് പറഞ്ഞാൽ അതെന്താന്നുള്ളതൊന്ന് നമ്മൾ നിർവചിക്കണം. ഒരു സയൻറ്റിഫിക്കായ എവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ കാര്യങ്ങൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഗവേഷണ അന്വേഷണം, അല്ലേ? അത് സാറന്മാർ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഈ ശാസ്ത്രത്തിൻ്റെ ചർച്ച മൊത്തം പ്രകൃതിയോടാണ്. എന്നിട്ട് തന്നെ ഇതുവരെ ശാസ്ത്രം പുരോഗതി പ്രാപിച്ച് പ്രകൃതിയുടെ 5% വിജ്ഞാനം മാത്രമേ നമ്മൾ നേടിയിട്ടുള്ളൂ എന്നാണ്. ബാക്കി 95 ബാക്കി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിപരമായൊരു മാനദണ്ഡം വെച്ച് പ്രകൃതിയുടെ ഭാഗമേ അല്ലാത്ത, പ്രകൃതിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൻ്റെല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെയൊക്കെ മുമ്പേ ഉള്ള അള്ളാഹുവിന് പ്രകൃതിയുടെ ഒരു നിയമം വെച്ചിട്ട് നമ്മളൊരു ഒരു എവിഡൻസ് പറയാമെന്ന് പറഞ്ഞാൽ അത് ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് 4 മീറ്റർ മണ്ണെണ്ണ വേണമെന്ന് അറിയണ മാതിരിയാണ്, അല്ലെങ്കിൽ വൃത്തത്തിലുള്ള ഒരു ത്രികോണം ഉണ്ടാക്കണം എന്നൊക്കെ പറയണ മാതിരിയാണ്, അല്ലെങ്കിൽ 4 കൂട്ടിയ 7 എന്ന് അറിയണ മാതിരിയാണ്. അതായത് നമ്മളിപ്പോൾ എവിഡൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സയന്റിഫിക്കായ എവിഡൻസ് ആയിരിക്കും. സയന്റിഫിക്കായ എവിഡൻസിന്റെ പ്രശ്നം അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ? പ്രകൃതി അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സയൻസ് ചർച്ച ചെയ്യോ? ഇല്ല. എന്ന് കരുതിയിട്ട് ദൈവത്തെ അല്ലെങ്കിൽ സ്രഷ്ടാവിനെ തെളിയിക്കാൻ ഒരു എവിഡൻസും ഇല്ല എന്നൊന്നുമല്ല പറയുന്നത്. അത് വേറൊരു കാര്യം. ഈ പ്രപഞ്ചം മൊത്തം ചലിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, അല്ലേ? പണ്ട് സൂര്യൻ ചലിക്കണില്ല ശാസ്ത്രം പറഞ്ഞിരുന്നു. ഇപ്പൊ 4 ചലനം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ 36-ാം അധ്യായം സൂറത്ത് യാസീനിന്റെ 38, 9, 40 വാക്യങ്ങളിലൊക്കെ പറയുന്ന അശംസ് ജരീൽ മുസ്തഖരി ലഹ എന്നുള്ളത് സൂര്യൻ ഇപ്പൊ 4 ചലനം ഉണ്ടെന്നാണ്. പ്രകൃതിയുടെ ഓരോ സംഗതിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ചലിക്കുന്നു, അല്ലേ? ആണല്ലോ. സർ ഐസക് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ തിയറി അല്ലാത്ത വേറെ ചില തിയറികളുണ്ട്, ചലന നിയമങ്ങൾ. ഒരു സ്ഥിരമായി നിൽക്കുന്ന വസ്തു ചലിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കാനോ ഐസക് ന്യൂട്ടൻ പറയുന്നത് പുറമേ നിന്നുള്ള ഒരു പ്രഷർ വേണം എന്നാണ്, അല്ലേ? അത് പഠിച്ചിട്ടില്ലേ? ബാഹ്യമായൊരു പ്രഷർ വേണം. അതോടൊപ്പം അത് അസന്തുലിതവും ആവണം. എന്ന് വെച്ചാൽ കുറച്ച് ഏറ്റക്കുറച്ചിൽ വേണം. ഇപ്പൊ ഞാൻ ഈ സാധനം ഇങ്ങോട്ട് വലിക്കുന്നു, ഞാൻ വലിക്കുന്ന അതേ ഫോഴ്സ് വെച്ച് വേറൊരാൾ അങ്ങോട്ടും വലിക്കുന്നു, ഇത് ചലിക്കൂല, അവിടെ തന്നെ നിൽക്കുന്നു. ഏതെങ്കിലും ഒരാളുടെ ചലനം അസന്തുലിതമാവുമ്പോൾ എന്റേത് ശക്തി കൂടിയാൽ ഇങ്ങോട്ട് വരും, വേറൊരാളുടെ ശക്തി കൂടിയാൽ അങ്ങോട്ട് പോകും, അല്ലേ? അതോടൊപ്പം അത് ബാഹ്യവും ആവണം. നമ്മളൊരു കാറ് നിർത്തിയിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് എത്ര ഉന്തിയാലും വണ്ടി പോകില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഒന്നും വണ്ടി പോകില്ല. എന്തുകൊണ്ട്? ആ കാറിന്റെ ഉള്ളിൽ നിന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നീക്കം പറ്റൂല. കാരണം സർ ഐസക് ന്യൂട്ടൻ തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട്, ബാഹ്യമായൊരു എനർജി, ഒരു പ്രഷർ വന്നാൽ മാത്രമേ ഒരു വസ്തു ചലിക്കുള്ളൂ. അത്ര ശരിയല്ലേ മോനെ? ബാഹ്യമായൊരു എനർജി വരണ്ടേ? തീർച്ചയായിട്ടും വേണം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചം ആകമാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായൊരു എനർജി വേണം, ഒരു പ്രഷർ വേണം. പ്രപഞ്ചാതീതനായ ഒരാൾ ഈ പ്രഷർ കൊടുക്കാതെ എങ്ങനെ പ്രപഞ്ചം ചലിക്കാന്നുള്ളത്? പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് ചലിപ്പിക്കാൻ പറ്റൂല. കാരണം ആന്തരികമായ പ്രഷർ കൊണ്ട് ഒരു വസ്തു ചലിക്കൂല. കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് എത്ര ഉന്തിയാലും വണ്ടി ചലിക്കൂല. പെരുന്നമണ്ണെന്ന് ബസ് കയറി എനിക്ക് പെട്ടെന്ന് പുഴക്കാട്ടിലേക്ക് എത്തണം, അതിന്റെ മുമ്പിലെ സീറ്റ് ഞാൻ എത്ര പിടിച്ചുന്തിയിട്ടും വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം ഉള്ളിലുള്ള അല്ലെങ്കിൽ ആന്തരികമായ പ്രഷർ കൊണ്ട് ഒരു വസ്തു ചലിക്കൂല. അങ്ങനെ വരുമ്പോ ഈ മഹാപ്രപഞ്ചം, നേരത്തെ ഉസ്താദ് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് കുറച്ചൊക്കെ, നമ്മുടെ സൗരയൂഥത്തിലെ ഒരു ബിന്ദു മാത്രമാണ് നമ്മുടെ ഭൂമി. ഏറ്റവും ചെറിയ ഗാലക്സിയിൽ 1000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിനാണ് കുള്ളൻ ഗാലക്സി എന്ന് പറയാം. വലിയ ഗാലക്സിയിൽ 1,00,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ 20,000 കോടി ഗാലക്സികൾ ഉണ്ടെന്നാ പറയുന്നത് മഹാപ്രപഞ്ചത്തിൽ. അതിന്റെ അപ്പുറത്ത് ആകാശം, മറ്റ് സംഗതികളൊക്കെ. ഈ സംഗതി ഒന്നിച്ച് ചലിക്കുന്നു. ഒരിക്കലും ഒരു ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് ഇത് ചലിക്കൂല. പിന്നെ ബാഹ്യമായൊരു ഫോഴ്സ് വേണം. ഈ ഫോഴ്സ് ആരാ കൊടുക്കണമെന്ന് കിട്ടിയാൽ മതി. സാറിനോട് ചോദിച്ചു നോക്കുക, ഈ സാറ് എങ്ങനെയാണ് ഈ ഫോഴ്സ്, എവിടുന്നാണ് ഈ ഫോഴ്സ് വരുന്നത്? അല്ലെങ്കിൽ സാറ് പറയണം സ്വയം അത് ചലിക്കാണ്. സ്വയം ചലിക്കാൻ പറ്റൂല. കാരണം ചലന നിയമം 3 ഉണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. അത് 3 അതോടുകൂടെ തെറ്റിപ്പോകും. സാർ ഐസക് ന്യൂട്ടൻ ഉണ്ടെങ്കിൽ സാറിനെ പിടിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കും. എങ്ങനെയാണ് ഇത് ചലിക്കുന്നത്? ഇതിനാണ് അൺമൂവ്ഡ് മൂവർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ്. വേറെയും കുറെ ആർഗ്യുമെന്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു ലാബിൽ ഇത്തിരി മണ്ണ് കൊണ്ടുപോയിട്ട് പരിശോധിച്ച് അള്ളാനെ കിട്ടുന്നില്ല എന്നാണ്. കാരണം ശാസ്ത്രത്തിന്റെ പരിധിയിൽപ്പെടുന്നതല്ല. അങ്ങനെ വേറെ പലതും കിട്ടൂല. ഇപ്പൊ പുഴക്കാട്ടിൽ ഇത്തിരി മണ്ണ് കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു നല്ല ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ ഇത് പുഴക്കാട്ടിലെ മണ്ണാന്ന് കിട്ടുമോ? കിട്ടൂല. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് അത് പരിശോധിച്ചാൽ അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ആണെന്ന് കിട്ടുമോ? അങ്ങനെ പരിശോധിച്ചാൽ കിട്ടാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് മണ്ണോ ഭൂമിയോ എന്തെങ്കിലുമൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ സയന്റിഫിക്കായ മെത്തേഡ് അനുസരിച്ച് അള്ളാനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് ടെക്സ്റ്റൈൽസ് പോയിട്ട് ജുബ്ബ അടിക്കാൻ വേണ്ടിയിട്ട് 4 ലിറ്റർ തുണി ചോദിക്കാറില്ല. ഓരോന്നിനും ഓരോ മാനദണ്ഡമുണ്ട്. അപ്പൊ കുറെ കണ്ടിൻജൻസി ആർഗ്യുമെന്റിനെ കുറിച്ച് നേരത്തെ സുഹൃത്ത് പറഞ്ഞു.
ഇത് ഡിസൈൻ ആർഗ്യുമെന്റ് ഉണ്ട്, വേറെ കുറെ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഉണ്ട്, കലാമില്ലാതെ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് സൃഷ്ടാവിനെ തെളിയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിന്റെ 10-ാമത്തെ വചനത്തിൽ അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാത്തി വല്ലർന്ന് എന്ന് പറയുന്നത്. അള്ളാഹനെ നിങ്ങൾക്ക് സംശയമാണോ? എന്നിട്ട് അതിനൊരു തെളിവെന്നോണം പറയാണ് ഫാത്തിരി സമാവാത്തി വല്ലർന്ന്. ഈ ആ ഭൂമിയെ അള്ളാഹു താല പടച്ചു എന്നാണ് പറയുന്നത്. ഈ സാധനം വെറുതെ ഉണ്ടാവില്ല ഇവിടെ. ഈ കിതാബുകൾ ഉസ്താദ് വരുവോളം അവിടെ അല്ല, ഉസ്താദിന്റെ വണ്ടി കൊണ്ടുവന്നു മുത്താലിമിങ്ങളിൽ നിന്ന് നിരത്തി വെച്ചപ്പോൾ അവിടെ ഉണ്ടായി അല്ലെ. യാദൃച്ഛികമായി കിതാബുകൾ ഇവിടെ വന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങളെ സാറ് വിശ്വസിക്കുമോ? ഇല്ല. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? ഒരു കർത്താവ് വേണം, ഒരു പിന്നിൽ ഒരാൾ വേണം. ഇതെല്ലാം കൂടി ചേരുന്ന മഹാപ്രപഞ്ചത്തിൽ ആരും വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്ലണ്ടറല്ലേ. ഈ സാധനം അവിടെ വരണമെന്നുണ്ടെങ്കിൽ, ഇതിന് ഒച്ച വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഓണാക്കണം. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ഇനി ഇത് ഓഫാക്കരുതെന്ന്. കാരണം എന്താ, മൂപ്പര് ഓണാക്കിയിട്ട് ഉസ്താദ് എണീക്കുന്ന സമയത്ത് ഇത് ഒച്ചല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു നിസ്സാരമായ ഈ ഒരു സാധനം ഞാൻ പറയുമ്പോൾ ശബ്ദം നിങ്ങളൊക്കെ കേൾക്കും വിധം വലുതാവണമെങ്കിൽ ഒരാൾ ഓണാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇടിയും മിന്നലും ഈ സംഗതികൾ മൊത്തം കൂടിയ മഹാപ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഏത് സയൻസിന്റെ എവിഡൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റും? അങ്ങനല്ലോ, യാദൃച്ഛികമായ ഒരു സാധനം ഉണ്ടാവുന്ന എങ്ങനെ സയൻസിന്റെ എവിഡൻസ് കൊണ്ട് തെളിയിക്കുക? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് നമ്മുടെ ഷർലക്കായതിലെ ഉസ്താദുമാർ കഷ്ടപ്പെട്ട് ഓതി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഹയൂല സൂറ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഈ പ്രപഞ്ചം എന്നും ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു പണ്ട്. 1948 വരെ നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് ഉണ്ടായിരുന്നു. അതിനാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയാം. പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ചില മാറ്റങ്ങളൊക്കെ വന്നു എന്നേ ഉള്ളൂ. ഇന്ന് പക്ഷേ ലോകത്തുള്ള ഒരു സയന്റിസ്റ്റും ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കണില്ല. പിന്നെ എല്ലാവരും ബിഗ് ബാങ് തിയറിയാണ് അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ 1382 കോടി വർഷം മുന്നേ, അര വർഷം പോലും കൂടുതലില്ല കേട്ടോ, ശാസ്ത്രം പറയണ അങ്ങനെയാണ്. 1382 കോടി വർഷം മുന്നേ ഈ ലോകം ഒരു നെബുലായിരുന്നു എന്നാണ്. അതിൽ പ്രഷർ വന്നു, അതിൽ തിക്നെസ് വന്നു, അത് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചം ഉണ്ടായിന്നാണ് അല്ലെ. എങ്ങനെയാ നെബുല രൂപപ്പെട്ട്? അല്ലെങ്കിൽ നെബുലയിൽ എങ്ങനെയാണ് ആ തിക്നെസ് വന്നത്? എന്തുകൊണ്ട് അന്ന് വന്നു, മുന്നേ വന്നുകൂടായിരുന്നോ? അല്ലെങ്കിൽ 10 കോടി വർഷം പിന്നിട്ട് വന്നുകൂടായിരുന്നോ? അന്ന് സൂര്യല്ല, ചൂട് കൊണ്ടിട്ട് നമ്മുടെ ഉന്നക്കായ പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിക്കാൻ ചൂടേൽക്കാൻ സൂര്യല്ല. അന്ന് ഒരു ഗ്രഹങ്ങളും ഇല്ല. എന്തിനധികം ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്നറിയുന്ന പുസ്തകത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ പഠിച്ച സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് പറയുന്നുണ്ട്, ഈ ബിഗ് ബാങ്ങിന്റെ മുമ്പ് ടൈമില്ല, സ്പേസ് ഇല്ല, സമയമില്ല, സ്ഥലമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് യാദൃച്ഛികമായി? ഒന്നുമില്ല കേട്ടോ, ഇരുട്ടില്ല, വെളിച്ചല്ല, സ്ഥലമല്ല, സമയമല്ല, കാറ്റില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ നെബുല രൂപപ്പെട്ട്? അതെന്തെങ്കിലും ഒരു സയൻസ് എവിഡൻസ് കൊണ്ട് തെളിയിക്കേണ്ടെങ്കിലും നെബുല രൂപപ്പെടുന്നത് സാധ്യമല്ല. ഒരൊറ്റ മറുപടി അതിനുള്ളൂ, കുൻതു കൻസൻ മക്നിയൻ, ഞാൻ ഒരു അറിയപ്പെടാത്തൊരു സംഭവമായിരുന്നു. ഫഅറത്തു അൻ ഉറഫ്, അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അങ്ങനെ ഞാൻ നെബുലനെ പടച്ചു, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പടച്ചു, ബാക്കിയുള്ള സംഗതിനൊക്കെ പടച്ചു. മനസ്സിലായി കാണൂല്ലേ? ഇൻഷാ അല്ലാഹ് സാറന്മാര് വല്ലാതെ കുട്ടികളുടെ മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രക്ഷിതാക്കളാവുന്ന നമ്മളൊക്കെ ജാഗരൂകരാവണം. കോളേജൊക്കെ പോകേണ്ടി വന്നാൽ പോകേണ്ടി വരും, സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യേണ്ടി വരും.